റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സ്കൂൾ സമയ മാറ്റത്തിൽ അനുനയ പാതയിൽ സമസ്ത. നന്നായി. സമയത്തിൽ മാറ്റം വരുത്തിയാൽ എതിർക്കില്ല എന്നാണ് നിലപാട്. 9:45 മുതൽ 4:15 വരെ എന്നത് 10 മുതൽ 4:30 വരെ ആക്കണമെന്ന ഒരു ആവശ്യം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിർദ്ദേശം സംസ്ഥാന സർക്കാരിന് മുന്നിൽ വെച്ചു. 10 മണിക്ക് ക്ലാസ് ആരംഭിച്ചാൽ മദ്രസ വിദ്യാർത്ഥികളെ ബാധിക്കില്ലെന്ന് നേതൃത്വം വ്യക്തമാക്കി. സമസ്തയുടെ നിർദ്ദേശം സർക്കാർ പരിഗണിച്ചേക്കാനാണ് സാധ്യത. റഹീസ് റഷീദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, വേണമെങ്കിൽ സ്കൂളുകൾക്ക് ഇതിൽ സമയക്രമീകരണം വരുത്താനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കുമോ ഗവൺമെന്റ്? അങ്ങനെയാണെങ്കിൽ ചില സ്കൂളുകളിൽ 9:45-നും മറ്റു ചില സ്കൂളുകളിൽ 10 മണിക്കും ക്ലാസ് ആരംഭിക്കുകയും എന്നാൽ വൈകുന്നേരത്തെ 15 മിനിറ്റ് നഷ്ടപ്പെട്ടത് വൈകുന്നേരം 4:30 വരെയാക്കി പരിഷ്കരിക്കാനുള്ള സാധ്യതയുണ്ടോ? സമസ്ത അനുനയ പാതയിലല്ലേ? അരുൺ, ഈ ഘട്ടത്തിൽ സർക്കാർ എന്താണ് തീരുമാനമെടുക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ സമസ്തയുടെ ഭാഗത്തു നിന്ന് തുടക്കത്തിലുണ്ടായിരുന്ന ആ കടുംപിടുത്തത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോയി സമയം കൂട്ടുന്നതിനെതിരായ നിലപാട് അവർ എടുക്കുകയും മുഖ്യമന്ത്രി പിണറായി വിജയന് സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി തങ്ങൾ നിവേദനം നൽകുകയും ചെയ്ത ഒരു കാഴ്ചയായിരുന്നു അതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ സർക്കാർ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകില്ല, ഹൈക്കോടതിയുടെ കൂടി അനുമതിയോടെ എടുത്ത തീരുമാനമാണ് എന്ന നിലപാട് വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് രണ്ടടി പിന്നോട്ട് സമസ്ത പോകുന്നത്. സമസ്ത നേതൃത്വം സംസ്ഥാന സർക്കാരുമായി അനൌദ്യോഗികമായി ഈ വിഷയത്തിൽ അവരുടെ സജഷൻ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അവർ പറയുന്നത് അരമണിക്കൂർ കൂട്ടുക എന്നത് കൂട്ടിക്കോട്ടെ, അതിൽ സമസ്തയ്ക്ക് പ്രശ്നങ്ങളില്ല. പക്ഷേ നിലവിൽ 9:45 ക്ലാസ് തുടങ്ങി 4:15 വരെ എന്നതാണ് കൂട്ടിയ സമയക്രമം. അതായത് 10 to 4 എന്നത് 9:45 to 4:15 മാറ്റി. അത് 10 to 4:30 എന്ന രീതിയിലേക്ക് മാറ്റണം. മദ്രസ കുട്ടികളുടെ പഠനത്തെ ബാധിക്കുമെന്ന് പറഞ്ഞാണ് സമസ്ത എതിർപ്പുന്നയിച്ചത്. ഇപ്പോൾ അവർ പറയുന്നത് 9:45 എന്ന് പറയുമ്പോൾ 9:30 വരെയൊക്കെ പല സ്ഥലങ്ങളിലും മദ്രസകൾ നടക്കുന്നുണ്ട്. അതിനുശേഷം കുട്ടികൾ 9:45 ക്ലാസ്സിലെത്തുക എന്നത് പ്രായോഗികമല്ല. അത് 10 മണിയാക്കുകയാണെങ്കിൽ പിന്നീട് വൈകുന്നേരം അരമണിക്കൂർ കൂട്ടി 4:30 എന്ന രീതിയിലേക്ക് മാറ്റുകയാണെങ്കിൽ അവർക്ക് എതിർപ്പൊന്നും ഉണ്ടാകില്ല. അക്കാര്യം ഞങ്ങൾ ഉറപ്പു തരാമെന്നാണ് സർക്കാർ വൃത്തങ്ങളെ സംസ്ഥാന നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. പരിഗണിക്കാമെന്ന മറുപടിയാണ് സർക്കാർ നൽകിയത്. അതിൽ അരുൺ ഇപ്പോൾ പറഞ്ഞതുപോലുള്ള ഒരു സജഷനാണ് സർക്കാരിന്റെ മുമ്പിലുള്ളത്. പ്രത്യേകിച്ച് മലബാറിലെ കുറച്ച് സ്കൂളുകളിലാണ് ഇത് സംബന്ധിച്ച പ്രശ്നങ്ങൾ വരിക. അങ്ങനെയാണെങ്കിൽ ഇത്തരം മദ്രസ കുട്ടികളെ പഠനത്തെ ബാധിക്കുന്ന സ്കൂളുകളിൽ മാത്രം ഈ തരത്തിൽ എന്തെങ്കിലും ഒരു ഇളവ് അല്ലെങ്കിൽ അവിടെ മാത്രം 10 തൊട്ട് 4:30 വരെ എന്ന രീതിയിലേക്ക് മാറ്റുന്നതിനെ കുറിച്ചുള്ള ആലോചനകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതിനകത്ത് ഒരു തീരുമാനമൊന്നും സർക്കാർ എടുത്തിട്ടില്ല. അരുൺ, ഓക്കെ, താങ്ക് യു. റഹീസ് റഷീദാണ്. അങ്ങനെ എന്തായാലും സമസ്തയും അനുനയ പാതയിലേക്ക് വരികയാണ്. സമയമാറ്റം എന്നുള്ളത് നേരത്തെ സമസ്തയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. മദ്രസ സ്കൂളുകളിൽ അത് ബാധിക്കും. 12 ലക്ഷത്തോളം മദ്രസകളെ അത് ബാധിക്കും എന്നുള്ളതാണ്, വിദ്യാർത്ഥികളെ അത് ബാധിക്കും എന്നുള്ളതാണ് സമസ്ത അഭിപ്രായപ്പെട്ടത്.